ഡൽഹിയിൽ സ്ഫോടനമുണ്ടായി. മിനിറ്റുകൾക്കകം തന്നെ കേരളത്തിൽ പ്രചരണം ആരംഭിച്ചു. ഇതിന് പിന്നിൽ സംഘപരിവാറാണ്, ഇലക്ഷനാണ് ലക്ഷ്യമെന്ന്. അവർ ഭീകരവാദികളെയല്ലേ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. ഇതിൽ പിടികൂടിയവരുടെ പേര് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ഏത് ഭീകരവാദ സംഘടനയാണ്, ആരുടെ എല്ലാം കൈകളാണ് ഇതിലെന്ന്. മണിച്ചിത്രത്താഴ് സിനിമ ശ്രീത് കണ്ടിട്ടുണ്ടല്ലോ. ആ സിനിമയെ നമ്മൾ ഉദാഹരണം എടുക്കുന്നതാണ് നല്ലത് ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ മറുപടി. അതിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, സണ്ണിയും ഗംഗയും. ഗംഗ രോഗിയാവുന്നു എന്ന്, ഗംഗയാണ് യഥാർത്ഥ രോഗി എന്ന് ബോധ്യപ്പെട്ട സമയത്ത് സണ്ണി ശ്രീദേവിയെ ഭ്രാന്തിയാക്കുക അല്ലേ? ആ സണ്ണിയുടെ റോളാണ് നേരത്തെ പറഞ്ഞ കൂട്ടർ ചെയ്യുന്നത്. അതായത് സംഘപരിവാർ വിരോധം എന്ന് പറയുന്ന അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അവർ മധുരം പുരട്ടി നമ്മുടെ മുമ്പിൽ ഇട്ടു തരുന്ന നറേറ്റീവ്സാണ് ഇതെല്ലാം. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ ഈ പൊതുജനങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ അവർ സൂചന തീവ്രവാദികളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സംഘപരിവാറിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുക. ബീഹാർ ഇലക്ഷനാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ തീവ്രവാദികളെ നേരത്തെ പറഞ്ഞാൽ വെള്ളപൂശി എടുക്കുക എന്നുള്ളതാണ്. അവരെ അല്ല, പക്ഷേ ഈ തീവ്രവാദികളെല്ലാം BJP-കാരാണോ എന്ന് സംശയിക്കണം. കാരണം ഇത് പിടിക്കപ്പെടുന്നതെല്ലാം മുസ്ലിം തീവ്രവാദികൾ, എല്ലാം മുസ്ലിം തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദം മാത്രമല്ല, വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളുമാണ്. നമ്മൾ സാറിന് പറഞ്ഞു വെച്ചത് ഓരോ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് ഇത്തരം പരിപാടിക്ക് പോകുന്നത്. ഇപ്പോൾ അതല്ല, ആ ട്രെൻഡ് മാറി. ആ ട്രെൻഡ് മാറിയിട്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ടീച്ചർമാരും പെഹൽഗാം ഭീകരവാദ അതിൽ പ്രതിയായതും അതിന്റെ പിന്നിലെ ടീച്ചറായിരുന്നല്ലോ, സാറായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വലിയൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള തരത്തിൽ ആളുകളൊക്കെ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആശങ്കപ്പെടേണ്ട മറ്റൊരു സംഭവമുണ്ട്. ഇന്ത്യൻ മീഡിയയിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ ബാഹുല്യം കൂടി വരികയാണ്. കേരളത്തിൽ മാത്രം ഞാൻ മനസ്സിലാവും. കാരണം ജേർണലിസം കോഴ്സുകളിലേക്ക് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികളടക്കം ധാരാളം വരുന്നുണ്ട്. മുമ്പ് ഇല്ലായിരുന്ന ഒരു പ്രവണതയായിരുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ തീവ്രവാദികൾ ചെയ്യുന്ന ഈ പരിപാടികളുണ്ടല്ലോ, അതിനെ വെള്ളപൂശ മീഡിയയിൽ ഇരുന്ന് വെള്ളപൂശലാണ് ഇവരുടെ ദൗത്യം. നേരത്തെ കുറേ ആളുകൾ അർബൻ നക്സൽസ് ചെയ്യുന്നുണ്ട്, അത് പോരാഞ്ഞിട്ട് അവർ തന്നെ നേരിട്ടിറങ്ങുകയാണ്. അപ്പോൾ പ്രൊഫഷണൽ രംഗത്തേക്ക് വരികയും ആ പ്രൊഫഷണൽ രംഗത്ത് വന്നിട്ട് അവർക്ക് അനുകൂലമായ നറേറ്റീവ്സ് ഉണ്ടാക്കി രാജ്യത്തെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആദ്യമായി അവർ ആഗ്രഹിക്കുന്നത് രാജ്യത്ത് കലാപമാണ്. അതാണ് വസ്തുത. അല്ല, എല്ലാ കാലത്തും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. ഇപ്പോൾ നാം തുടർച്ചയായി തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, ഹരിയാന കഴിഞ്ഞ്, മഹാരാഷ്ട്ര കഴിഞ്ഞ്, ഡൽഹി കഴിഞ്ഞ്, ബീഹാർ കഴിഞ്ഞ്, ഇനി കേരളമുണ്ട്, ആസാമുണ്ട്, തമിഴ്നാടുണ്ട്. ഇതിനൊരു അവസാനമില്ലാതെ തുടർച്ചയായി സംഭവിക്കുകയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഇലക്ഷൻ ചൂണ്ടിക്കാട്ടി പറയും ഇതിന് പിന്നിൽ വിജയമാണ് ലക്ഷ്യം. ഇത് പറയാനുള്ള കരുത്ത് എവിടെ നിന്ന് ലഭിക്കുന്നു? ഇത്തരക്കാർ ഇന്നലെയുള്ള നാം വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാലേ അങ്ങ് പച്ചയ്ക്ക് എഴുതുകയാണ്, മലയാളത്തിൽ ഉൾപ്പെടെ. അപ്പോൾ ഇവരെ പിടികൂടാനുള്ളത് കേരള പോലീസിന്റെ കൂടി ഒരു കടമയല്ലേ? അല്ലെങ്കിൽ ഇത്തരക്കാരിലെ ഈ അഫ്ഗാനിസ്ഥാനിൽ പോയും താലിബാനിൽ പോയും ആട് വളർത്തുന്നതും പൊട്ടിത്തെറിക്കുന്നതും. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാം. നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് നടന്ന ഒരുപാട് ഇത്തരം അട്ടിമറി ശ്രമങ്ങളെ നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് പിടികൂടിയ 3 ISIS തീവ്രവാദികളുടെ കേസ് വളരെ ഭയാനകമാണ്. നമ്മൾ പേടിക്കേണ്ട ഒരു സംഭവമാണ്. റൈസിൻ എന്ന് പറയുന്ന ജൈവായുധം ആണ് അവർ പുതുതായിട്ട് കണ്ടുപിടിച്ചത്. പുതുതായത് പഴയതാണ്, പക്ഷേ അവരുടെ കൈകളിലെത്തി ഇന്ത്യയിൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ റൈസിൻ എന്ന് പറയുന്നത് നമ്മുടെ ആവണക്കുണ്ടല്ലോ, ആവണക്കിൻ്റെ വിത്ത് നിന്ന് എണ്ണ എടുക്കും. ആവണക്കെണ്ണ നമുക്ക് അറിയാമല്ലോ, കാസ്റ്റർ എന്ന് പറയുന്ന സാധനം. ഈ ആവണക്കെണ്ണ എടുത്തതിന് ശേഷം ഇതിൻ്റെ വേസ്റ്റ് ഉണ്ട്, ഈ കുരുവിൻ്റെ വേസ്റ്റ്. ആ വേസ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഈ റൈസിൻ എന്ന് പറയുന്ന സാധനം എടുക്കുന്നത്. പിന്നെ ഈ റൈസിൻ എന്ന് പറയുന്ന ഈ പദാർത്ഥം നിറമോ ഗന്ധമോ സയനൈഡ് പോലെയാണ്. നിറമോ ഗന്ധമോ ഇല്ലാത്ത സാധനമാണ്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം കലർന്നായിട്ട് അറിയാൻ കഴിയില്ല. അപ്പോൾ ഈ പിടിച്ച ഈ 3 പേരിൽ നിന്നും ചോദ്യം ചെയ്യലെന്നും പ്രാഥമികമായിട്ട് മനസ്സിലായെന്ന് പറയുന്നത്, ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പ്രസാദം ഉണ്ടല്ലോ, പ്രസാദം തീർത്ഥം, അതിലേക്ക് ഈ സാധനം കലർത്തുക എന്നുള്ളതാണ്. അതായത് ഒരു മാസ് ഡിസ്ട്രക്ഷൻ, ഹിന്ദുക്കളെ വലിയ തോതിൽ കൊന്നൊടുക്കുക. നേരത്തെ പറഞ്ഞ ബോംബും തോക്കും ഇല്ലാതെ ഈ ജൈവായുധം ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എക്സ്ട്രാക്ട് എടുക്കുന്നത് വലിയ പണിയാണ്. ഒരുപാട് മെനക്കെട്ട മാത്രമേ സാധനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ എത്രയോ കാലമായിട്ട് ഇതിൻ്റെ പിന്നിലായിരിക്കും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവർ പല മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. ഈ വാർത്ത മലയാളത്തിലെ മാധ്യമങ്ങളിൽ വന്നില്ല.
ഈ പറഞ്ഞ ISIS 3 പേരെ പിടിച്ചതും ഈ റൈസിൻ എന്ന് പറയുന്ന പദാർത്ഥം ഉപയോഗിച്ച് അവർ മാസ് ഡിസ്ട്രക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന മലയാളത്തിലെ മാധ്യമങ്ങൾ വാർത്തയായില്ല. അല്ല, അത് സമയവും സ്പേസും കിട്ടിക്കാണില്ല. പാലസ്തീന് വേണ്ടി ഇവിടെ പറയുകയല്ലേ. അതെ, പത്രത്തിലാണെങ്കിൽ സ്ഥലം കാണില്ല. ഇവരിങ്ങനെ വിളിപ്പിച്ച് ഇവർക്ക് എന്താണ് കിട്ടുന്നത്? അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിക്കുന്നത് ഇവർക്ക് എന്തോ വലിയ ഫണ്ടിങ് ഈ മാധ്യമങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ജേർണലിസ്റ്റൊക്കെ പൈസ കിട്ടുന്നുണ്ട്. അത് കൊടുക്കുന്ന ഈ പറഞ്ഞ ജിഹാദി ഗ്രൂപ്പുകളായിരിക്കാം. അവരുടെ ഫണ്ടിങ് കൊണ്ടാണ് ഇവരെ ഇങ്ങനെ വെള്ളമൊഴിച്ചാൻ ശ്രമിക്കുന്നത്. എത്രയൊക്കെ ആയാലും മനുഷ്യന് എത്ര പൈസ കിട്ടിയാലും അവനവൻ്റെ രാജ്യത്തൊരു മിനിമം ഒരു എന്താ സ്നേഹം വേണ്ടേ? അത് ഇവർക്കില്ല. കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ചർച്ചയിൽ രാത്രി നിഷാ പുരുഷോത്തമൻ്റെ ഒരു ഡയലോഗ്, സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേക്ക് വലിയ വിഷമം തോന്നി. ഇവരുടെയൊക്കെ ഈ ചാനൽ കാണേണ്ട ഗതി നമുക്കുണ്ടായല്ലോ എന്നുള്ളത്. പുള്ളിക്കാരുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ്, അത് പഴുതടച്ച സുരക്ഷയാണ് ഇന്ത്യയിൽ എന്ന് വീമ്പളക്കുന്ന നരേന്ദ്രമോദിയാണ്, ഒരു പഴുതും അടച്ചിട്ടില്ല എന്ന് വെളിവാക്കുന്നതാണ് ഈ സ്ഫോടനം എന്ന് നിഷ ഒരു ഉളുപ്പില്ലാതെ പറയാൻ. ഒരു സീനിയർ മാധ്യമപ്രവർത്തകർ. അവരുടെ അജണ്ട ആർക്ക് വേണ്ടിയിട്ടാണ്? രാജ്യത്തിന് വേണ്ടിയിട്ടാണോ? ഈ പാവപ്പെട്ട ഈ നിരവധി ആളുകൾ 9 പേര് മരിച്ചു. അവരുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ ഇനി ഈ മരണത്തോട് മല്ലടിക്കുന്ന ആളുകളോടൊന്നും അവർക്ക് യാതൊരു പ്രതിനിധിയില്ല എന്നുള്ളതാണ്. അവർക്ക് വെറും രാഷ്ട്രീയം, ചീഞ്ഞ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലവിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഭരണത്തെ അട്ടിമറിച്ച് ഈ പറഞ്ഞതുപോലെ ജിഹാദികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുക, നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ട്. ഇതെത്ര കാലം അവർക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? വിശ്വാസം അവർക്ക് ആൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ജനം ഇവരെ തെരുവിൽ കൈകാര്യം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പോവാണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ. അല്ല, ഇത് ജനങ്ങൾക്ക് മുൻപ് തന്നെ അന്വേഷണ സംഘങ്ങൾ ഇത് കൃത്യമായി പരിശോധിക്കണമല്ലോ. ഇതിനു വേണ്ടി അവർക്ക് ഇത്തരം ആരുമായല്ല ബന്ധം പുലർത്തുന്നു, ഇവർക്ക് ഫണ്ടുകളുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം ആവശ്യമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തീർച്ചയായിട്ടും വേണം. കാരണം ഇപ്പോൾ നമ്മുടെ മുൻ വർഷങ്ങളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ജേർണലിസ്റ്റുകളും ഇവർക്ക് ഇങ്ങനെ ബന്ധം ഉണ്ടായിരുന്നത് കണ്ടെത്തിയ സമയത്ത് ഉന്നത തലങ്ങളിൽ ഇടപെട്ടിട്ട് അവരെ ഒഴിവാക്കിക്കൂടുകയാണ് മുൻ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടെ നമ്മുടെ LDF സർക്കാരുണ്ട്. അവർക്കവർ എന്ത് അന്വേഷണം വന്നാലും അവർ എന്ത് ചെയ്യും? ഇവരെ രക്ഷിച്ചു കൊണ്ടുവരും. കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ ഇതിൽ മടിക്കുന്നുണ്ട്. ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാണ്ട് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഇവർക്കെതിരെ ഇവർ പറയുന്നത് ഞങ്ങൾ 4ാം തൂണാണ്, ഞങ്ങൾക്ക് എന്തും പറയാം എന്നുള്ളതാണ്. അങ്ങനെ എന്തും പറയാൻ പറ്റുമോ? ഒരു രാജ്യത്തിൻ്റെ ആദ്യം അവിടുത്തെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും നോക്കിയിട്ടല്ലേ വാർത്തകൾ ഈ വിതരണം ചെയ്യേണ്ടതും അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതും. ഇത് അവർക്കൊന്നും ഒരു വിഷയമേ അല്ല. പൈസയ്ക്ക് വേണ്ടി എന്ത് മാമാപ്പണിയും ചെയ്യുന്നുള്ള തരത്തിലേക്ക് മലയാളത്തിലെ മാധ്യമങ്ങൾ പോയി. അതുകൊണ്ടാണ് അവർ ഈ നേരത്തെ പറഞ്ഞ റൈസീൻ എന്ന് പറയുന്ന ഈ വിഷവാർത്ത ഇവിടെ കൊടുക്കാതിരുന്നത്. അതിലൊരു ഡോക്ടറുണ്ട്, 3 മുസ്ലിങ്ങളാണ്, അതിൽ ഒരുത്ത ഡോക്ടറാണ്. അത് പിടിച്ചത് ഗുജറാത്ത് ATS ആണ് അവരെ പിടിച്ചത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ? തീവ്രവാദികളെ വെള്ളം പൂശുക. ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ 7 ആക്രമണങ്ങളെ മറച്ചു വെച്ച് കേരളത്തിൽ അവർക്ക് അനുകൂലമായ സാഹചര്യം സ്കൂളുകളിൽ പോലും അതിനനുസരിച്ചുള്ള പരിപാടികൾ നാം സംഘടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹമാസിനെ വെള്ളപൂശുക, മറ്റു ഭീകരവാദികളെ വെള്ളപൂശുക, പെഹൽഗാമിൽ മതം ചോദിച്ച് കൊലപ്പെടുത്തിയപ്പോൾ മതമല്ല പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിക്കുക, ഇതെല്ലാം ആരെ അജണ്ടയാണ്? പോപ്പുലർ ഫണ്ടിന്റെ അജണ്ടയല്ലേ? അല്ല, പോപ്പുലർ ഫണ്ടിന്റെയും SDPയുടെ അജണ്ടയാണ് ഇവരുടെ വായിൽ കൂടി വെളി വരുന്നത്. ഇപ്പോൾ ഇന്നലെ നടന്ന സ്ഫോടനത്തിൽ ഞാൻ ബലമായി വിശ്വസിക്കുന്ന ഒരു കേരള കണക്ഷൻ മിക്കവാറും അതിൽ വരും. കാരണം രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ സ്ഫോടനം നടന്നിട്ടുണ്ടോ, വിദേശത്ത് വരെ നടന്നതിൽ ഒരു മലയാളിക്ക് പങ്കുണ്ടായിട്ടുണ്ട്. ഇതിലും ഇന്നല്ലെങ്കിൽ നാളെ ഒരു മലയാളിയുടെ പങ്ക് വെളിപ്പെടും. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ പേര് വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നറേഷൻ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, താൽക്കാലിക ആശ്വാസം അവർ കിട്ടും. ഇതാണ് ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത്. അത് പത്രങ്ങളായാലും ശരി, ഈ പറഞ്ഞ TV ചാനലുകളായാലും ശരി, അവർക്ക് കിട്ടുന്ന പണത്തിന് വേണ്ടിയിട്ട് അവർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പക്ഷേ പഴയതുപോലെയൊന്നും ഭാരതീയരെ എന്നെ തെറ്റിദ്ധരിപ്പിക്കുക, പ്രത്യേകിച്ചും കേരളീയരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. കാര്യം അവർ കുറേ കാര്യങ്ങൾ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്, എന്താണ് ഇവരൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. 2 ദിവസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ച് ശ്രദ്ധപ്പെട്ടുണ്ടാവുമല്ലോ, കേരളത്തിലെ ചാനലുകളെല്ലാം പൂട്ടാൻ നിൽക്കുകയാണ്. കാര്യം ഇവർക്കൊന്നും പരസ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് പരസ്യം വരാത്ത? വ്യൂവർഷിപ്പ് ഇല്ല. കള്ളത്തനം കാണിച്ചാണ് ഇവർ ബാർക്ക് റേറ്റിംഗ് കയറി പോകുന്നത്. അപ്പോൾ ജനത്തിന് ഇതൊക്കെ ജനം മനസ്സിലായതുകൊണ്ടാണ് ഇവർ കാണാത്തത്. നിരന്തരം ഇപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീ നാളെ എന്നെ കേൾക്കാൻ പറ്റും? ഒരിക്കലുമില്ല. അപ്പോൾ വല്ലപ്പോഴെങ്കിലും സത്യം പറയണ്ടേ? പുട്ടിന് പീരീഡും പോലെയെങ്കിലും ഇച്ചിരി സത്യം പറയണ്ടേ? അത് ഇവർ പറയുന്നില്ല എന്നുള്ള വാസം. അതിൻ്റെ ഒരു മറുഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ ഡൽഹി സ്ഫോടനത്തിന് ബീഹാർ ഇലക്ഷനായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് അവരുടെ സ്ഥിര അജണ്ടയുടെ ഭാഗമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.